KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യപാനം ആധാർ ഉപയോഗിച്ച് നിയന്ത്രിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ വാഹനത്തിനടുത്ത് ചെന്ന് രേഖകൾ പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി. SSF വിസ്ഡം ഹബ്ബ് നാടിന് സമർപ്പിച്ചു. സഖാഫി അന്താരാഷ്ട്ര ദഅ്വാ സംഗമം മെയ് ആദ്യവാരത്തിൽ. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിതരും അമ്മമാരും 9 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന പട്ടിണി സമരം അവസാനിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സമരക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പിലേക്കെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 610 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് പട്ടിക പുതുക്കുക. പട്ടിക തയ്യാറാക്കാൻ 3-അംഗ കമ്മിറ്റിയെ നിയമിച്ചു. മേഖലയിലെ ഡോക്ടർമാർക്ക് 20,000 രൂപ അധികമായി നൽകും. ദുരിതബാധിതർക്ക് 3 ലക്ഷം വരെ ധനസഹായം നൽകും. കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾ തിങ്കളാഴ്ച തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിമന്ത്രി KP മോഹനൻ, മന്ത്രി VS ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്നിവരും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം പങ്കെടുത്തിരുന്നു. സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്ന കാര്യം സമരക്കാർ പരിഗണിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് സമരപ്പന്തലിലെത്തിയ VS സമരക്കാർക്കൊപ്പം സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ത്രീ ശക്തി സ്കീം ആരംഭിക്കുന്നതിന് തീരുമാനിച്ച് അതിന്റെ വിശദമായ പരിപാടിക്ക് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം അംഗീകാരം തന്നിരിക്കുകയാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായി ചില പ്രത്യേക മേഖലകളെ സഹായിക്കുകയാണ്. സർക്കാരിന് ഒരു ഭീഷണിയുമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. അവസാനഘട്ടത്തിൽ ഭീഷണിയുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ ജനം പിന്തുണയ്ക്കില്ല. സർക്കാരിനുള്ള ജനപിന്തുണ കണ്ടുള്ള ഭയപ്പാടാണ് പ്രതിപക്ഷത്തിന്. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിക്കുമെതിരെ ആരോപണം മാത്രമാണ്. ആരോപണങ്ങൾക്ക് ഇരുവരും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗവൺമെന്റ് കാലത്ത് ഒരു നടപടിയിലും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പം ഇത് നോക്കണം. അപ്പൊ ആരാ ആക്ഷേപം പറയുന്നത്? ഒരാനുകൂല്യം കിട്ടാത്തവർ, അവര് നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവന്ന് അവരെ ശിക്ഷിച്ചിട്ടുള്ളതിന്റെ പേരിൽ. അപ്പം കുറ്റാരോപിതരായിട്ടുള്ളവര് എന്തു പറഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിന് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം? മദ്യപാനം ആധാർ കാർഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. വിശദമായ റിപ്പോർട്ടിലേക്ക്. മദ്യപാനം ആധാർ കാർഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും ആധാർ കാർഡ് ഉപയോഗിച്ച് നിയന്ത്രിച്ചാൽ മതിയെന്നുമുള്ള വാദത്തോട് പ്രതികരിക്കുകയായിരുന്നു കോടതി. മദ്യത്തിന് സബ്സിഡി നൽകണമെന്നാണോ ആവശ്യപ്പെടുന്നതെന്നും തമാശ രൂപേണ കോടതി ചോദിച്ചു. മദ്യനയത്തിനെതിരെ ബാറുടമകൾ നൽകിയ അപ്പീലിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം ഇതോടെ പൂർത്തിയായി. ബീവറേജ് ഷോപ്പുകളിലൂടെ മദ്യം സുലഭമായി ലഭിക്കുന്നുണ്ട്. മദ്യനയം രൂപീകരിച്ചതിന്റെ ചരിത്രം പരിശോധിക്കണം. ഘട്ടം ഘട്ടമായാണ് സർക്കാർ ലൈസൻസ് പരിമിതപ്പെടുത്തിയത്. നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ലൈസൻസ് പുതുക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ പൌരന് അവകാശമില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്. സംസ്ഥാനത്ത് ഇനിമേൽ വാഹന പരിശോധന നടത്തുമ്പോൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും യാത്രക്കാരുടെ അടുത്തെത്തി വിവരങ്ങൾ സ്വീകരിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെ പുറത്തിറക്കി ട്രാഫിക് പോലീസ് വാഹനത്തിനടുത്തേക്ക് വിളിച്ചുവരുത്തുന്ന സ്ഥിരം ശൈലി ഒഴിവാക്കണം. വെയിലത്തും മഴയത്തും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ വാഹനത്തിനടുത്ത് ചെന്ന് രേഖകൾ പരിശോധിക്കണമെന്നും ഇതിന്റെ പേരിൽ ആരെയും ഇനി ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ളവർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
തിരുവനന്തപുരത്ത് അടുത്തിടെ നടന്ന 3 കൊലപാതകങ്ങളിലെയും പ്രതികളെയെല്ലാം പിടികൂടിയെന്നും ഈ കൊലപാതകങ്ങളുടെ പേരിൽ കേരളത്തിലെ ക്രമസമാധാന പാലനം തകർന്നെന്ന പരാമർശം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫേസ്ബുക്ക് ഉപയോഗത്തെ പരിഹസിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചിരുന്നെന്നും നവമാധ്യമങ്ങളുടെ കാലത്ത് ആരും ഫേസ്ബുക്ക് ഉപയോഗിക്കരുതെന്ന് പറയാൻ പാടില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഡിജിപി സെൻകുമാർ, ഹേമചന്ദ്രൻ എന്നിവർ കഴിവുറ്റ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ക്രമസമാധാന പാലനത്തിൽ ഇവരുടെ സേവനം വിലമതിക്കാനാകാത്തതാണെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. പെൺഭ്രൂണ ഹത്യ തടയൽ, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധനം കേന്ദ്ര സർക്കാർ നീക്കും. വിശദമായ റിപ്പോർട്ടിലേക്ക്. പെൺഭ്രൂണഹത്യ തടയുന്നതിന്റെ ഭാഗമായി ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധനം കേന്ദ്ര സർക്കാർ നീക്കിയേക്കും. ലിംഗനിർണയം നടത്തി പെൺകുഞ്ഞാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലാണ് പുതിയ നിയമം വരിക. ജയ്പൂരിൽ ഒരു പരിപാടിക്കിടെയാണ് കേന്ദ്ര ശിശുക്ഷേമ വികസന മന്ത്രി മേനകാ ഗാന്ധി ലിംഗനിർണയ നിരോധന നീക്കത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ ജനിക്കുന്നതിനു മുമ്പേ അവയെ ഇല്ലാതാക്കുന്ന നീക്കമാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നത്. ഇത് ഇല്ലാതാക്കാനാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. പുതിയ നയപ്രകാരം പെൺകുഞ്ഞിനെ കൊല്ലുന്നവരെ കണ്ടുപിടിക്കാമെന്നും മന്ത്രി പറഞ്ഞു. പ്രസവത്തിനു മുമ്പേ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ അതിനുള്ള കാരണവും മെഡിക്കൽ സർട്ടിഫിക്കറ്റും പുതിയ നയപ്രകാരം ഹാജരാക്കണം. നിയമം സർക്കാർ ഉടൻ പ്രാബല്യത്തിലാക്കും. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. UAE വിശേഷങ്ങൾ. ഇമാറാത്തി സംസ്കാരം, ചരിത്രം, പൈതൃകം എന്നിവ പ്രദർശിപ്പിക്കുന്ന ഖസർ അൽ ഹുസൈൻ ഫെസ്റ്റിവലിന് ഇന്ന് അബുദാബിയിൽ തുടക്കമായി. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലാണ് ഖസർ അൽ ഹുസൈൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫെബ്രുവരി 13 വരെ നീണ്ടുനിൽക്കുന്നതാണ് ഇത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സൈക്കിളോട്ട വിദഗ്ധർ മത്സരിക്കുന്ന ദുബായ് ടൂർ ഇന്ന് ആരംഭിച്ചു. ശനിയാഴ്ച വൈകുന്നേരം സമാപിക്കുന്നതാണ്. 4 ഘട്ടങ്ങളിലായി 671 കിലോമീറ്ററാണ് സൈക്കിളോട്ട മത്സരം. 128 മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. 20ാമത് UAE രാജ്യാന്തര ദന്തരോഗ വിദഗ്ധ സമ്മേളനവും പ്രദർശനവും ദുബായ് ഹെൽത്ത് അതോറിറ്റി ചെയർമാൻ ഹുമൈദ് മുഹമ്മദ് ഉബൈദ് അൽ ഖത്താമി ഉദ്ഘാടനം ചെയ്തു. 130 രാജ്യങ്ങളിൽ നിന്നായി 1800 പ്രദർശകർ എത്തിയിട്ടുണ്ട്. അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കഴിഞ്ഞ വർഷം 2.3 കോടി യാത്രക്കാർ സഞ്ചരിച്ചതായി അധികൃതർ. അബുദാബി വിമാനത്താവളത്തിലെ സർവകാല റെക്കോർഡാണിത്. ഏപ്രിലിൽ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ UAEയിലെ വിവിധ എമിറേറ്റ്സുകളിലെ സ്കൂളുകളിൽ പ്രൈമറി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ നിർത്തിവച്ചു. പ്രമുഖരായ പല സ്കൂളിലും ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ പ്രവേശന നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ മറ്റു എമിറേറ്റ്സുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ് രക്ഷിതാക്കൾ. പല സ്ഥലങ്ങളിലും നിലവിലുള്ള സീറ്റുകളേക്കാൾ 3-4 ഇരട്ടിയാണ് അപേക്ഷകർ ഉള്ളത്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഒരേ സിലബസ്, ഒരേ പാഠപുസ്തകം, എന്നിട്ടും വില തോന്നിയെപ്പോലെ. UAEയിൽ ഇന്ത്യൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്ന പാഠപുസ്തക വിലയും തീരുമാനിക്കുന്നത് ഉത്തരേന്ത്യൻ ലോബിയാണ്. വൻതുകയാണ് പല കമ്പനികളും പാഠപുസ്തകങ്ങൾക്കായി കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റുകളും സ്വകാര്യ പുസ്തക പ്രസാധന കമ്പനികളും ചേർന്ന് നടത്തുന്ന ഈ കച്ചവടത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് രക്ഷിതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത്. CBSE, ICSE സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് പാഠപുസ്തകത്തിന്റെ പേരിൽ ഈ ദുരവസ്ഥ നടക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്കു ഗതിവേഗം. അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കുതിപ്പുകൾ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ 6300 യൂണിറ്റുകളിൽ SSF ആരംഭിക്കുന്ന വിസ്ഡം ഹബ്ബ് നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ തൊഴിൽ മാർഗനിർദ്ദേശങ്ങളും സഹായ സംരംഭങ്ങളുമായി വിസ്ഡം ഹബ്ബുകൾ നാടിന്റെ വികസന വിപ്ലവത്തിന് അരങ്ങൊരുക്കും. തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൌൺഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അലിഗഡ് സർവകലാശാല മുൻ VC ഡോക്ടർ PK അബ്ദുൽ അസീസാണ് വിസ്ഡം ഹബ്ബ് സമർപ്പണം നടത്തിയത്. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി അതിഥിയായി പങ്കെടുത്തു. RP ഹുസൈൻ, M അബ്ദുൽ മജീദ്, CN ജാഫർ, M അബ്ദുറഹ്മാൻ പ്രസംഗിച്ചു. ഉപരിപഠന രംഗത്ത് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പഠനാവസരമൊരുക്കുക, സർക്കാർ ഇതര സംഘടനകൾ നൽകുന്ന ഗ്രാന്റുകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരം നൽകുക, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള തൊഴിലവസരങ്ങൾ അറിയിക്കുക, പഠന തൊഴിൽ മേഖലകളിൽ അപേക്ഷകൾ നൽകാനുള്ള സൌകര്യമൊരുക്കുക, പരീക്ഷാ സംബന്ധ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് വിസ്ഡം ഹബ്ബുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യഘട്ടം 500 യൂണിറ്റുകളിലാണ് ഹബ്ബുകൾ തുടങ്ങുന്നത്. 2016 ഏപ്രിൽ മെയ് മാസത്തോടെ 6300 യൂണിറ്റുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅ്വാ പ്രവർത്തന മേഖലയിൽ സേവനനിരതരായ മർകസ് പൂർവ്വ വിദ്യാർത്ഥികളായ സഖാഫി പണ്ഡിതന്മാരുടെ പ്രഥമ അന്താരാഷ്ട്ര സംഗമം മെയ് ആദ്യവാരത്തിൽ നടത്താൻ മർകസിൽ ചേർന്ന സഖാഫി ഷൂറ ഭാരവാഹികൾ തീരുമാനിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ദഅ്വാ സംഗമത്തിൽ വിദേശ പണ്ഡിതർ സംബന്ധിക്കും. 5000-ഓളം പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സംഗമത്തിലേക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് പ്രവേശനം. ഇതിനായി ചേർന്ന യോഗത്തിൽ SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PKM സഖാഫി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ബാദഷാ സഖാഫി ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് EK മുസ്തഫ സഖാഫി, ലത്തീഫ് സഖാഫി പെരുമുഖം, ബഷീർ സഖാഫി കൈപ്പുറം, അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം, മലയമ്മ അബ്ദുള്ള സഖാഫി, ത്വാഹിർ സഖാഫി മഞ്ചേരി, സയ്യിദ് സ്വാലിഹ് തുറാബ് സഖാഫി, അക്ബർ ബാദഷാ സഖാഫി സംബന്ധിച്ചു. തറയിട്ടാൽ ഹസൻ സഖാഫി സ്വാഗതവും മുഹമ്മദ് ഷമീൽ സഖാഫി നന്ദിയും പറഞ്ഞു. SYS മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഈ മാസം 12-ന് 4 മണി മുതൽ 10 മണി വരെ മലപ്പുറം വാദി സലാമിൽ നടത്താൻ ജില്ലാ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിനുശേഷം സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ കമ്മിറ്റിയുടെ വിവിധ വകുപ്പ് വിഭജനവും കർമ്മ പദ്ധതി രൂപവൽക്കരണവും നടക്കും. ജില്ലാ ക്യാമ്പിന്റെ തുടർച്ചയായി സോൺ, സർക്കിൾ തലങ്ങളിലും ക്യാമ്പുകൾ നടക്കും. യോഗത്തിൽ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിച്ചു. M അബൂബക്കർ മാസ്റ്റർ, സയ്യിദ് സീദിക്കോയത്തങ്ങൾ നീറ്റിക്കൽ, NM സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, ഹസൈനർ സഖാഫി കുട്ടശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പുത്തൂരിൽ SSF നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ജനകീയമായി. 6 വർഷം മുമ്പ് മരണപ്പെട്ട N അദ്രുവിന്റെ സ്മരണാർത്ഥമാണ് SSF ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂപ്പർ അഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. K അബ്ദുറഷീദ് ഹസനി അധ്യക്ഷത വഹിച്ചു. KK രാധാകൃഷ്ണൻ, സലീം അണ്ടോണ, P അബ്ദുൽ നാസർ, M ഉമർ സഖാഫി, TT അബു ഹാജി സംസാരിച്ചു. P കുഞ്ഞോയി മാസ്റ്റർ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. TC ഗഫൂർ മാസ്റ്റർ, K ജാഫർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപാനം ആധാർ ഉപയോഗിച്ച് നിയന്ത്രിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. സഖാഫി അന്താരാഷ്ട്ര ദഅ്വാ സംഗമം മെയ് ആദ്യവാരത്തിൽ. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ വാഹനത്തിനടുത്തു ചെന്ന് രേഖകൾ പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.